Hi, my dear friends. LLB 3-year law of contract, quasi contract. Let's discuss quasi contract in this video. This video may be a little bit longer. And let's see what is the pronunciation and meaning of quasi or quasi. Yes, both are right according to British as well as English, US pronunciation. Its meaning is as if എന്ന പോലെ ഓൾമോസ്റ്റ് മിക്കവാറും ഈ രണ്ട് അർത്ഥമാണ് ഇതിനുള്ളത്. ലെറ്റ്സ് സി വാട്ട് ഇറ്റ് ഈസ് in detail. Yes, I'm CJ talking on law. It's very important. This particular question, that's quasi contract. Many questions are likely to be asked in the examination, and it was there in the university questions many a time. Quasi contract. No one can enrich himself at the expense of the other. മറ്റൊരാളുടെ ചെലവിൽ ഒരാൾക്ക് ധനികനാവാൻ കഴിയില്ല. അതാണ് ഇതിനെ പ്രധാനമായും പറയുന്നത്. ആൻ ഒബ്ലിഗേഷൻ വിച്ച് ലോ ഹാസ് ക്രിയേറ്റഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി എഗ്രിമെൻറ്റ്. ഒരു ഉടമ്പടിയുടെ അഭാവത്തിൽ നിയമം ഒരു കടപ്പാട് അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ബിക്കോസ് ക്വാസി കോൺട്രാക്ട് ഹാസ് നോട്ട് ബീൻ ഡിഫൈൻഡ് എനിവർ ഇൻ ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. അതുകൊണ്ടാണ് അതിൻ്റെ അഭാവത്തിൽ ഇങ്ങനെ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. നോ വൺ ക്യാൻ എൻറിച്ച് ഹിംസെൽഫ് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് അതേഴ്സ്. മറ്റൊരാളുടെ ചെലവിൽ ഒരാൾക്ക് ധനികനാവാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു ഉടമ്പടിയുടെ അഭാവത്തിൽ നിയമം ഒരു കടപ്പാട് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. അവിടെയാണ് ദ റിലവൻസ് ഓഫ് ക്വാസി കോൺട്രാക്ട്. Let's see the founder of the theory. That's Lord Mansfield. Lord Mansfield ആണ് ഇതിൻ്റെ ഈ തിയറിയുടെ ഉപജ്ഞാതാവ്. He articulated the doctrine of quasi contract, explaining that the law should prevent one person from being unjustly enriched at the cost of another person. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിലും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. മറ്റൊരാളുടെ ചെലവിൽ ഒരാൾക്കും ധനികനാവാൻ കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ആവുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുക, തടയുക എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ക്വാസി കോൺട്രാക്റ്റിൽ പ്രധാനമായും 5 പോയിൻറ്റ്സാണുള്ളത്. ദർ ആർ 5 സെക്ഷൻസ്: 68, 69, 70, 71 ആൻഡ് 72. ഇങ്ങനെ 5 സെക്ഷൻസാണ് നമുക്കിവിടെ ഉള്ളത്. ഓരോ സെക്ഷനിലും എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമുക്ക് 68 ആണ്. 68ൽ പറയുന്നത് നെസസറീസ് ടു എ പേഴ്സൺ ഹു ഈസ് ഇൻകേപ്പബിൾ ഓഫ് മേക്കിംഗ് കോൺട്രാക്ട്. അപ്പോൾ വൺ ക്യാൻ സപ്ലൈ, സപ്പോസ് എ പേഴ്സൺ സപ്ലൈസ് സം നെസസറീസ് to a person who is incapable. ഇൻകേപ്പബിൾ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് പ്രാപ്തിയില്ലാത്ത ഒരാൾ. അത് ഇറ്റ് ക്യാൻ ബി മൈനർ ആകാം, അല്ലെങ്കിൽ സൗണ്ട് മൈൻഡ് ഇല്ലാത്ത ഒരാളാകാം, ലുനാറ്റിക് ആകാം. അവരെ മറ്റൊരാൾ സഹായിച്ചാൽ ദാറ്റ് പേഴ്സൺ ഷുഡ് ബി റീഇംബേഴ്സ്ഡ്. അയാൾ മുടക്കിയ പണം, അല്ലെങ്കിൽ അയാൾ എന്തൊക്കെ സർവീസാണ് ചെയ്ത് അതിനുള്ള ഒരു കോമ്പൻസേഷൻ അയാൾക്ക് കിട്ടണം. ബട്ട് ദാറ്റ് കനോട്ട് ബി റിക്കവേർഡ് ഫ്രം ദ പേഴ്സണൽ ഗെയിൻ ഓഫ് ദാറ്റ് ഇൻകേപ്പബിൾ പേഴ്സൺ, ഓൺലി ഫ്രം ദ പ്രോപ്പർട്ടി ഓഫ് ദാറ്റ് ഇൻകേപ്പബിൾ പേഴ്സൺ എന്നാണ് പറയുന്നത്. സെക്ഷൻ 69 നമുക്ക് എന്താണെന്ന് നോക്കാം. റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് മണി. വെൻ എ പേഴ്സൺ മേക്സ് പേയ്മെൻറ്റ് ഓൺ ബിഹാഫ് ഓഫ് another person, he is entitled to be reimbursed. മറ്റൊരാൾക്ക് വേണ്ടി ഒരാൾ പണം മുടക്കിയാൽ അയാൾക്ക് തീർച്ചയായിട്ടും ആ പണം തിരിച്ച് കിട്ടണം. അതിൻ്റെ എക്സാമ്പിളാണ് എ ഈസ് ദ ഓണർ ഓഫ് എ ബിൽഡിംഗ്. എ എന്ന് പറയുന്ന ആൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഉടമയാണ്. ഹി റെൻറ്റ്സ് ഔട്ട് ദ ബിൽഡിംഗ് ടു ബി
and A didn't remit the electricity charge on time and B was forced to remit the amount. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എ വാടകയ്ക്ക് വീട് ബിക്ക് നൽകി. അപ്പോൾ അവർ തമ്മിലൊരു എഗ്രിമെൻ്റ്, ഒരു മ്യൂച്വൽ എഗ്രിമെൻ്റ് ഉണ്ടായിട്ടുണ്ടാവും. അതായത് ആ വീടിൻ്റെ ഇലക്ട്രിസിറ്റി ചാർജൊക്കെ എ തന്നെ അടച്ചോളാമെന്ന്. പക്ഷേ എ ഡസൻ റെമിറ്റ് ദ മണി ഇൻ ടൈം. അപ്പോൾ വാട്ട് ഹാപ്പൻസ്, അവിടെ പവർ കട്ട് ചെയ്യാനായിട്ട് അവിടെ ഇലക്ട്രിസിറ്റിയുടെ ആൾക്കാർ വരും. അപ്പോൾ പവർ ഇല്ലാതായി കഴിഞ്ഞാൽ, കറണ്ട് ഇല്ലാതായി കഴിഞ്ഞാൽ അതിൻ്റെ സഫറർ ആരാണ്? ബി ആണ്. സോ ബി ഈസ് ദ ഇൻട്രസ്റ്റഡ് പേഴ്സൺ ആൻഡ് he will be in trouble unless it is paid. This is what has been explained in section 69, and let's see what's there in store in section 70. Section 70, obligation of a person enjoying the benefit of a non-gratuitous act. ഗ്രാറ്റുവറ്റസ് എന്ന് പറഞ്ഞാൽ സൗജന്യമായതെന്നാണ്. പക്ഷേ ഇവിടെ നോൺ ഗ്രാറ്റുവിറ്റിയസ് എന്ന് പറയുന്നത്. നോൺ ഗ്രാറ്റുവിറ്റസ് എന്ന് പറയുമ്പോൾ സൗജന്യമല്ലാത്ത ഒരു കാര്യം ഒരാൾ ചെയ്താൽ ദാറ്റ് ഷുഡ് ബി കോമ്പൻസേറ്റഡ് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയാൽ ഒന്നുകൂടി വ്യക്തമാവും. എ പ്രൊവൈഡ്സ് ബി എ കാർ വിത്തൗട്ട് റിക്വസ്റ്റിംഗ് ഫോർ ഇറ്റ്. എ ബിയുടെ വീട്ടിലൊരു കാറ് പാർക്ക് ചെയ്തിട്ട് അവിടെ ഇട്ടിട്ട് പോകുന്നു. ബി യൂസസ് ദാറ്റ്. അങ്ങനെയുള്ള കേസിൽ ബി ഹാസ് എൻജോയ്ഡ് വാട്ട് വാസ് ഗിവൻ ടു ഹിം. അവിടെ കാറ് ഇട്ടിട്ട് ബി അത് ഉപയോഗിച്ചപ്പോൾ അദ്ദേഹം അത് എൻജോയ് ചെയ്തു, അതിന് അദ്ദേഹത്തിന് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടി. സോ ബി ഈസ് ലയബിൾ ടു പേ കോമ്പൻസേഷൻ ടു എ. ആ കേസിൽ ബി എക്ക് അതിൻ്റെ പണം നൽകേണ്ടതുണ്ട്. ഇനി സെക്ഷൻ 71 എന്താണെന്ന് നോക്കാം. റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. ഒരു സാധനം കളഞ്ഞു കിട്ടിയാൽ ആ കളഞ്ഞു കിട്ടുന്ന ആളുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്വം. എ പേഴ്സൺ ഹൂ ഫൈൻഡ്സ് സംതിങ് ബിലോങ്സ് ടു സമ്മൺ ആൻഡ് ടേക്സ് ദം ടു ഹിസ് കസ്റ്റഡി ഹാസ് ദ സെയിം റെസ്പോൺസിബിലിറ്റി ആസ് ദാറ്റ് ഓഫ് ദി ഓണർ ഓഫ് ഗുഡ്സ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് ആ ഉടമസ്ഥൻ്റെ അതേ റെസ്പോൺസിബിലിറ്റി ഈ കളഞ്ഞു കിട്ടിയ ആൾക്കുണ്ട്. ആ കളഞ്ഞു കിട്ടിയ സാധനം ഉടമസ്ഥനെ ഏൽപ്പിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അതാണ് സെക്ഷൻ 71 പറയുന്നത്. ദിസ് വിൽ ബി ക്ലിയർ ടു യു ഇഫ് യു ഗോ ത്രൂ എ പർട്ടിക്കുലർ എക്സാമ്പിൾ. നമുക്ക് അങ്ങനെ ഒരു എക്സാമ്പിൾ നോക്കാം. You get a gold chain and keep it with you. At last the original owner is found. In this case, the liability of a finder of lost goods is that of a bailey. ഒറിജിനൽ സ്വർണ്ണമാല കിട്ടുന്നു, അത് കൈവശം വെക്കുന്നു, പക്ഷേ നമ്മൾ അതിൻ്റെ ഒറിജിനൽ ഓണറെ കണ്ടെത്തുകയും ചെയ്യുന്നു. ഇൻ ദിസ് കേസ് ലയബിലിറ്റി ഓഫ് എ ഫൈൻഡർ, കണ്ടെത്തിയ ആളുടെ ലയബിലിറ്റി അല്ലെങ്കിൽ ബാധ്യത എന്ന് പറയുന്നത് ദാറ്റ് ഓഫ് എ ബെയിലി. ബെയിലി എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി ഒരു വസ്തു കൈവശം വെക്കുന്ന ആളാണ്. അപ്പോൾ ആ ലയബിലിറ്റി അദ്ദേഹത്തിനുണ്ട്. ഹി ഹാസ് ടു ഗിവ് ദാറ്റ് ബാക്ക് ടു ദ ഓണർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഗോൾഡ് ചെയിൻ. ഇതാണ് സെക്ഷൻ 71 പറയുന്നത്. ഇനി നമുക്ക് നോക്കാം സെക്ഷൻ 72. Liability of a person to whom money is paid or thing delivered under mistake. തെറ്റായി എന്തെങ്കിലും ഒരു വസ്തു ശരിയല്ലാത്ത ഒരാൾക്ക്, ശരിക്കും ആർക്ക് കൊടുക്കണമോ അയാൾക്കല്ലാതെ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നമുക്ക് ഈ എക്സാമ്പിൾ നോക്കിയാൽ അത് വളരെ വ്യക്തമാകും. എ പേയ്സ് ₹50,000 ടു സി ഇൻസ്റ്റെഡ് ഓഫ് ബി ബൈ മിസ്റ്റേക്ക്. എ 50,000 രൂപ ബിക്കായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്, പക്ഷേ സിക്ക് കൊടുത്തുപോയി. അങ്ങനൊരു തെറ്റ് പറ്റി. ഹിയർ സി ഷുഡ് പേ ദ മണി ടു എ. ഈ ഒരു കേസിൽ സി എന്ന് പറഞ്ഞ ആൾക്ക് അത് കിട്ടേണ്ടതല്ല. അപ്പോൾ ഇത് ശരിക്കും പണം നൽകിയത് എ ആണ്. അപ്പോൾ എക്ക് അത് തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഹിയർ സി ഷുഡ് പേ ദ മണി ടു എ. ബി കനോട്ട് റിക്കവർ ദ മണി ഫ്രം സി. ബിക്ക് സിയിൽ നിന്നത് വാങ്ങാൻ പറ്റില്ല. ആസ് ദർ ഈസ് എ കോൺട്രാക്റ്റ് ബിറ്റ്വീൻ ദം. ബിയും സിയുമായി യാതൊരു വിധത്തിലുള്ള കോൺട്രാക്റ്റുമില്ല. അതുകൊണ്ട് തന്നെ
ബിക്ക് എൻ്റെ പൈസയാണ് എ നിങ്ങൾക്ക് തന്നതെന്ന് പറഞ്ഞിട്ട് ആ സിയുടെ പിന്നാലെ പോയി പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അവർ തമ്മിൽ യാതൊരുവിധ ഉടമ്പടിയുമില്ല. അപ്പോൾ എ ഹാസ് ടു റിക്കവർ ദാറ്റ് എമൗണ്ട്, സി ഹാസ് ടു ഗിവ് ദ മണി ബാക്ക് ടു എ എന്നുള്ളതാണ് ഈ സെക്ഷനിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ക്വാസൈ കോൺട്രാക്റ്റിൻ്റെ എല്ലാ സെക്ഷനുകളും പഠിച്ചു കഴിഞ്ഞു. 5 സെക്ഷൻ 68 മുതലുള്ള പഠിച്ചു. ഇനിയൊരു കേസ് ലോ ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. നോവിച്ച് സൊസൈറ്റി ലിമിറ്റഡ് വേഴ്സസ് പ്രൈസ്. An insurance company paid the amount on a policy under the impression that the goods had been destroyed. In fact, the goods had been sold. In this case, the court held that the money could be recovered by the insurance company. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. നോവിച്ച് സൊസൈറ്റി ലിമിറ്റഡ് വേഴ്സസ് പ്രൈസ്. ഇതിൽ പറയുന്നത് ഇൻഷുറൻസ് കമ്പനി പണം കൊടുക്കേണ്ടതില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. കാരണം അത് ഈ വസ്തുക്കൾ ഡിസ്ട്രോയിഡായി അല്ലെങ്കിൽ നശിച്ചു പോയി, അത് ചീഞ്ഞു പോയി എന്നുള്ള ഒരു കാൽക്കുലേഷനിൽ കണക്കുകൂട്ടലിലാണ് അവർ പണം നൽകിയത് ഇൻഷുറൻസ് കമ്പനി. വാസ്തവത്തിൽ അവിടെ ഒരു ചീറ്റിംഗ് ഉണ്ട്. കാരണം അവിടെ ഗുഡ്സ് വെയർ സോൾഡ്, ഈ സാധനങ്ങൾ വിറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു നഷ്ടവും അവിടെ അതിൻ്റെ പ്രീമിയം എടുത്ത അല്ലെങ്കിൽ പൈസ എടുത്ത പോളിസി ഹോൾഡർക്ക് ഉണ്ടാവുന്നില്ല. In fact, the goods had been sold. In this case, the court held that the money could be recovered by the insurance company. ഈ കേസിൽ ശരി ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്താണ്. അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക് അത് കൊടുക്കണമെന്ന് കമ്പനി അത് കോടതി വിധിച്ചു. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണിത്. ഈ ക്വാസി അല്ലെങ്കിൽ ക്വാസൈ കോൺട്രാക്റ്റ് is an important question that's likely to be asked in the coming university examination. And also this particular question and related to that, many questions were asked in the university examination. So study well. Best wishes to all of you. 10 mark in the question anengil you will get 10 marks out of that. So thank you so much. Best wishes. Thank you.